റെഡ്മിയുടെ ഒരു പുതിയ സ്മാർട്ട് ടി വി കൂടി വന്നിട്ടുണ്ട്. റെഡ്മി ഫയർ ടി വി എന്ന പേരിൽ. അതായത് ഈ ഒരു ടി വിക്കകത്ത് സാധാരണ ഗൂഗിൾ OS അല്ല നൽകിയിരിക്കുന്നത്, പകരമായിട്ട് ഫയർ ടി വി OS ആണ് നൽകിയിരിക്കുന്നത്. അടുത്തിടെ റെഡ്മി ഒരു 32 ഇഞ്ചിന്റെ ഇത്തരത്തിലൊരു ഫയർ ടി വി പുറത്തിറക്കിയതും നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ എനിക്കും ഞങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ടി വി കൂടിയായിരുന്നു ഈ ഒരു റെഡ്മി ഫയർ ടി വി 32 ഇഞ്ച്. ഇപ്പോൾ അതിന്റെ 43 ഇഞ്ച് പുറത്തിറക്കിയിരിക്കുന്നു. F സീരീസിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. 43 ഇഞ്ചാണ് ഈ ഒരു ടിവിയുടെ സൈസ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിൽ 4K അൾട്രാ HD ടി വി ആണ്. അതുപോലെ വിവിഡ് പിക്ചർ എഞ്ചിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. ലൈവ് ടി വി ഇന്റഗ്രേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ പ്രീമിയം ബെസൽലെസ് ഡിസൈൻ, 24 വാട്ടിന്റെ സ്പീക്കർ, ഡോൾബി ഓഡിയോ തുടങ്ങിയ ഫീച്ചറുകളുമായിട്ടാണ് ഈ ഒരു ടി വി വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഗൂഗിൾ ടി വി OS അല്ല, ഫയർ ടി വി OS ആണ്. സാധാരണ നമ്മൾ കണ്ടു പരിചിതമായ ഗൂഗിൾ ടി വി OSൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് കൂടിയാണ് ഈ ഒരു ടി വിക്ക്. എന്തിനാലും അൺബോക്സ് ചെയ്യാം. ഇതിന്റെ ബോക്സിനകത്ത് ഇത്തരത്തിൽ ടേബിൾ മൗണ്ട് ചെയ്യാനുള്ള മൗണ്ട് ഉണ്ട്. ഇതിന്റെ റിമോട്ട്, പവർ കോഡ്, അതുപോലെ റിമോട്ടിലിടാനുള്ള ബാറ്ററി, ഇൻസ്റ്റാളേഷൻ ഗൈഡ് തുടങ്ങിയ എല്ലാം ഇതിനകത്തുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഒരാൾക്ക് സിമ്പിളായിട്ട് ഇതുപോലെ എടുത്ത് വെക്കാനും ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന തരത്തിൽ വളരെ സിമ്പിൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ടി വിയാണ്. ഇവിടേക്ക് ഇതുപോലെ നല്ല പ്രൊട്ടക്ഷൻ കൊടുത്താണ് വന്നിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ഇളക്കി മാറ്റാം. അപ്പോൾ നമ്മൾ ഇതിന്റെ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. റെഡ്മി സ്മാർട്ട് ടി വി 4K 43 ഇഞ്ചാണ് നമ്മുടെ ഇരിക്കുന്നത്. ഈ ഒരു ബെസലിന്റെ പ്രത്യേകത വെച്ചാൽ മെറ്റാലിക് ബെസലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ബാക്ക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഈ ചുറ്റുമുള്ള ബെസൽസ് എന്ന് പറയുന്നത് മെറ്റാലിക് ആണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ബെസലുകൾ എന്ന് പറയുന്നത് വളരെ തിന്നാണ്. അതായത് വളരെ കനം കുറഞ്ഞ ബെസലാണ് ഈ 3 വശവും കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഭാഗം ആവറേജ് സൈസുള്ള ഒരു ബെസലാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് റെഡ്മി എന്ന് പറയുന്ന ബ്രാൻഡിങ് കാണാം. അതുപോലെ ഫയർ ടി വി എന്ന് ഇവിടെ എഴുതിയിട്ടുമുണ്ട്. വെറും 6.9 kg മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ടിവിയുടെ വെയിറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ടി വി വീട്ടിൽ മേടിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ നമുക്ക് വേണമെങ്കിൽ ഒരൊറ്റ കൈ കൊണ്ട് പോലും നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പ്രത്യേകതയാണ്. സ്ക്രീൻ സൈസ് 43 ഇഞ്ചാണെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു. ഓർക്കുക, ഈ ഒരു സ്മാർട്ട് ടി വി എന്ന് പറയുന്നത് 4K ആണ് എന്നുള്ളത് പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് 4K കണ്ടന്റുകൾ, ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ 4K കണ്ടന്റുകൾ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് നല്ല രീതിയിൽ ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. കൂടാതെ ഈ ഒരു സ്മാർട്ട് ടി വിക്ക് 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് ഈ ഒരു സ്ക്രീനിനകത്ത് ആ ഒരു നാവിഗേഷനിൽ അത് അറിയാനും സാധിക്കുന്നുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു നാവിഗേഷനാണ് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു സ്ക്രീനിനകത്ത് ലഭിക്കുന്നത്. അതുപോലെ നമ്മൾ ഗെയിമിംഗ് കൺസോളുകളൊക്കെ കണക്ട് ചെയ്ത് ഗെയിമൊക്കെ വേണമെങ്കിൽ ഇതിൽ കളിച്ചാൽ പോലും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലോ നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കാരണം ഈ ഒരു 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ടിവിക്ക് HDR സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂട്യൂബിലേക്കുള്ള HDR കണ്ടന്റുകൾ പോലും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ടിവി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആസ്വദിക്കാനാകും. ആപ്പിൾ എയർപ്ലേ അതിന്റെ വെർഷൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ എയർപ്ലേ 2 വെർഷൻ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിൽ ഐഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐഫോണിലെ കണ്ടന്റുകൾ നമുക്ക് ഇതിലേക്ക് പ്രൊജക്ട് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് കാസ്റ്റ് ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കും. എന്നാൽ ഇതിനകത്ത് ഗൂഗിൾ ക്രോം ഇല്ല. ഞാൻ പറഞ്ഞു ഇതൊരു ഗൂഗിൾ ടി വി OS വരുന്ന ടി വി അല്ല, ഫയർ OS ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ആയിരിക്കണം ഇതിനകത്ത് ഗൂഗിളിന്റെ ക്രോം കാസ്റ്റ് സപ്പോർട്ട് നൽകിയിട്ടില്ല. അതിന് പകരമായിട്ട് മിറാകാസ്റ്റ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ആൻഡ്രോയിഡ് ഫോൺ ആണ് കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ മിറാകാസ്റ്റ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനെയും ഇതിനകത്ത് കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ടിവിയിൽ ക്വാഡ് കോർ കോർട്ടെക്സ് A55 എന്ന് പറയുന്ന പ്രോസറാണ് കരുത്ത് വരുന്നത്. ഇതിനകത്ത് 2GB റാമും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 8GB ഇന്റേണൽ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൂവീസ് ഒക്കെ ഇതിന്റെ ഇന്റേണൽ സ്റ്റോറേജിൽ തന്നെ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് വാച്ച് ചെയ്യാനൊക്കെ സാധിക്കും. അതിന് വേണ്ടിയിട്ട് 8GB സ്റ്റോറേജ് ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ടി വിക്ക് ലാഗോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു നാവിഗേഷൻ ആണ് നമുക്ക് ഈ ഒരു ടി വി ഇത്തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. സാധാരണ ഒരു 43 ഇഞ്ച് സ്മാർട്ട് ടി വികളിൽ കേൾക്കുന്ന ഒരു സൗണ്ട് ക്വാളിറ്റി അല്ല ഈ ഒരു ടി വിയിൽ നമ്മളിപ്പോൾ കേട്ടത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സൗണ്ടാണ്. എസ്പെഷ്യലി നല്ല ബാസ് ഒക്കെ ഉള്ളൊരു സൗണ്ടാണ്. അത് എങ്ങനെ ഈ ഒരു ടി വിയിൽ വരുന്നു എന്ന് സത്യത്തിൽ എനിക്ക് അതിശയമാണ്. സാധാരണ ഇത്തരം സ്ലിം പ്രൊഫൈൽ വരുന്ന ടി വികളിൽ വളരെ ചെറിയ സ്പീക്കറുകളാണ്, അതിൽ നിന്നുള്ള സൗണ്ട് ഔട്ട്പുട്ട് അതുകൊണ്ട് തന്നെ അത്ര ഭയങ്കര സംഭവം ആകാറില്ല. പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു ടി വിയിൽ നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട്, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ഇതിന് കിട്ടാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട്. 24 വാട്ടിന്റെ സൗണ്ട് ഔട്ട്പുട്ടാണ് ഈ ഒരു ടി വിയിൽ നൽകിയിരിക്കുന്നത്. 2 സ്പീക്കറുകളിൽ നിന്നാണ് ഇത്തരത്തിൽ 24 വാട്ടിന്റെ സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. മാത്രമല്ല ഡോൾബി ഓഡിയോ, DTS വെർച്വൽ എക്സ്, DTS HD തുടങ്ങിയവയുടെ സപ്പോർട്ടും ഈ ഒരു ടി വിയിൽ നൽകിയിട്ടുണ്ട്. സാധാരണ ഷോമി ടിവികളിൽ അല്ലെങ്കിൽ റെഡ്മി ടിവികളിൽ പിക്ചർ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു സാച്ചുറേഷൻ അല്പം കൂടുതലാണ്. കളർ അല്പം കൂട്ടി വെക്കാറുണ്ട് കണ്ണിന് പ്ലീസിങ് ആകുന്നതിന് വേണ്ടി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരുവിധം നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് ഈ ഒരു ടി വി നൽകുന്നത്. നല്ല ഒരു ക്വാളിറ്റി ഉണ്ട്. എസ്പെഷ്യലി ഇതിന്റെ ആ ഒരു വിഷ്വലിന്റെ മൂവ്മെന്റിന്റെ ആ ഒരു ഫ്ലോ, ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയായാലും ആ സൗണ്ട് ക്വാളിറ്റി കേട്ടതുപോലെ തന്നെ ഇതിന്റെ ഒരു വീഡിയോ ക്വാളിറ്റിയും അതിമനോഹരം തന്നെയാണ്.
തന്നെയാണ്. അടുത്തായിട്ട് ഈ ഒരു ടിവിയുടെ സെറ്റിംഗ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലത്തെ സൈഡിൽ ഇവിടെയാണ് സെറ്റിംഗ്സ്. സാധാരണ ഗൂഗിൾ ടിവിയിൽ കാണുന്ന രീതിയിലുള്ള സെറ്റിംഗ്സ് ഓപ്ഷൻ അല്ല. ഇവിടെ ഇൻപുട്ട് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള വ്യത്യസ്ത പോർട്ടുകളുടെ ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ വരുന്ന നോട്ടിഫിക്കേഷനുകൾ, അക്കൗണ്ട്സ് ഡീറ്റെയിൽസ്, അതുപോലെ വൈഫൈ കണക്ടിവിറ്റി, ഡിസ്പ്ലേ ഓഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതുപോലെ പിക്ചർ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഓഡിയോ സെറ്റിംഗ്സ് ഇവിടെ വന്ന് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സൗണ്ട് മോഡ് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൗണ്ട് മോഡുകൾ നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് സൗണ്ട് മോഡ് ഉണ്ട്, മ്യൂസിക് സൗണ്ട് മോഡ് ഉണ്ട്. നമ്മൾ മൂവി കാണുമ്പോൾ ഫിലിം സൗണ്ട് മോഡ് ഇട്ടാൽ കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് കിട്ടും. ക്ലിയർ വോയിസ്, വോക്കലിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സൗണ്ട് മോഡ്, എൻഹാൻസ്ഡ് ബാസ്, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൗണ്ട് മോഡുകൾ ഈ ഒരു ടിവിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റ് നിരവധി സെറ്റിംഗ്സുകൾ നമുക്ക് ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ, എക്യുപ്മെന്റ് കൺട്രോൾ, ലൈവ് ടിവി, റിമോട്ട് ആൻഡ് ബ്ലൂടൂത്ത് ഡിവൈസ്, അലക്സ സപ്പോർട്ട്. ഈ ഒരു അലക്സ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ടിവിയെ നമുക്കൊരു സ്മാർട്ട് അലക്സ ഡിവൈസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നമുക്ക് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ സ്മാർട്ട് ബൾബുകൾ ഓൺ ഓഫ് ചെയ്യാനും സ്മാർട്ട് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഈ ഒരു ടി വി ഉപയോഗിക്കാം. ഇതാണ് ഈ ഒരു ടി വിയോടൊപ്പം വരുന്ന റിമോട്ട്. ഇതിനകത്ത് ഒരു ഡെഡിക്കേറ്റഡ് അലക്സ ബട്ടൺ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ. ഈ ഒരു ബട്ടൺ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ നമ്മുടെ വോയിസ് ഇൻപുട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു നീല ലൈൻ അപ്പോൾ ഇതുപോലെ കാണാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് വോളിയം അപ്പ് എന്ന് പറയുമ്പോൾ കണ്ടില്ല, ഇവിടെ വോളിയം കൂടിയായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ടി വിയെ കൺട്രോൾ ചെയ്യാം. ഈ ടി വി ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ട് ഡിവൈസുകൾ കൺട്രോൾ ചെയ്യാനും നമുക്ക് ഈ ഒരു റിമോട്ടും ടി വി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അലക്സ ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റ് നിരവധി സെറ്റിംഗ്സ് ഓപ്ഷനുകളും നമുക്ക് ഇവിടെ കാണാം. അത് കൂടാതെ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവീസും സോങ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നാവിഗേറ്റ് ചെയ്യാനായിട്ട് ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട്. ഇത് സാധാരണ ടി വികൾ അങ്ങനെ അധികം കാണാറില്ല. പിന്നെ ഇത്തരത്തിൽ നാവിഗേഷൻ ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നു. ബാക്ക് ബട്ടൺ, ഹോം ബട്ടൺ, അതുപോലെ സെറ്റിംഗ്സ് ബട്ടൺ ഉണ്ട്. വോളിയം കൂട്ടാനും ചാനൽ മാറ്റാനുമുള്ള ബട്ടൺ. ഇതിന്റെ ഒരു ഗൈഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, മ്യൂട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട്. അതുപോലെ ആമസോൺ പ്രൈം വീഡിയോ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ മ്യൂസിക്, മറ്റ് ആപ്ലിക്കേഷൻ എടുക്കുന്നതിനുള്ള ഡെഡിക്കേറ്റഡ് ബട്ടണുകളും ഈ ഒരു ടിവിയുടെ റിമോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടിവിയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഫയർ ടിവി OS ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഇതിന്റെ ഇന്റർഫേസിൽ കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. സാധാരണ ഒരു ഗൂഗിൾ ടിവി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതി അല്ല, അല്ലെങ്കിൽ അത്തരം ഒരു ഇന്റർഫേസ് അല്ല ഈ ഒരു ടിവിയിൽ കൊടുത്തിരിക്കുന്നത്. ഫയർ ടിവി ആമസോണിന്റേതായതുകൊണ്ട് തന്നെയും ആമസോൺ പ്രൈം വീഡിയോയിൽ നിന്നുള്ള മൂവീസിന്റെ സജഷൻസ് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മൂവിയൊക്കെ കാണുന്നതിന് അതിമനോഹരമാണ് ഈ ഒരു സ്മാർട്ട് ടിവി. കാരണം ഇത്രയധികം മൂവി സജഷനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ സിനിമകൾ കാണാനൊക്കെ ഈ ഒരു ടിവി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഓർക്കുക, നമുക്ക് ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് കൂടി ഉണ്ടെങ്കിലാണ് ഇത്തരം മൂവീസ് ഒക്കെ നമുക്ക് ആമസോൺ പ്രൈമിൽ നിന്ന് വാച്ച് ചെയ്യാൻ സാധിക്കുന്നത് എന്നുകൂടി ഓർമ്മിക്കട്ടെ. ഇതിന്റെ ഒരു ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് പോലും ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിരുന്നില്ല എന്നുള്ളതൊന്ന് ഓർമ്മിക്കട്ടെ. അതായത് ഗൂഗിൾ ടിവി ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ്. ഇവിടെ കണ്ടില്ലേ, ആപ്പ് സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്ന് നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ വന്ന് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഇത്തരത്തിൽ യൂട്യൂബ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനകത്ത് യൂട്യൂബ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഒരു ഗൂഗിൾ ടിവിയിൽ യൂട്യൂബ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഇതിനകത്ത് വർക്ക് ചെയ്യുകയും ചെയ്യും എന്ന് ഓർമ്മിപ്പിക്കട്ടെ. പിന്നീട് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സ്, അതുപോലെ പ്ലെക്സ് ഫ്രീ മൂവീസ്, ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ, മൊബൈലിൽ നിന്ന് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സെൻഡ് ഫയൽസ്, അൽ ജസീറ തുടങ്ങിയ ആപ്ലിക്കേഷനൊക്കെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നതായിട്ട് കാണാം. നിരവധി മൂവി സജഷൻ, അതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. സാധാരണ നമുക്കറിയാം ഷവമി ടിവികളിൽ അവരുടെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള മി UI വരാറുണ്ട്. പക്ഷേ ഇതിനകത്ത് മി UI ഇല്ല. പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ ഫയർ ടിവി OSലാണ് ഈ ഒരു ടിവി വരുന്നത്. ഇനി ഈ ടിവിയുടെ ഒരു ബാക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഒരു USB പോർട്ട്, അതുപോലെ 3 HDMI പോർട്ട് നമുക്ക് കാണാം. വീണ്ടും ഒരു USB പോർട്ട് ഇവിടെ കാണാം. അതുപോലെ ഇവിടെ ഒരു 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ താഴേക്ക് വരുമ്പോൾ ആന്റിന പോർട്ട്, ഓഡിയോ വീഡിയോ ഔട്ടും കാണാം. സാധാരണ ഇപ്പോൾ വരുന്ന പല പുതിയ ടിവികളിൽ ഇത്തരത്തിൽ ഓഡിയോ വീഡിയോ ഔട്ട് കാണാറില്ല. പകരം HDMI ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ HDMI കൊടുത്തിട്ടുണ്ട്, ഓഡിയോ വീഡിയോ ഔട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ വല സൈഡിലായിട്ട് ഇത്തരത്തിൽ ഇതിന്റെ ആ പവർ കോഡ് കൊടുക്കുന്ന ഭാഗവും നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ടിവിയുടെ പ്രൈസിംഗ് ആണ്. ഓർക്ക 43 ഇഞ്ചാണ് അല്ലേ, 4K TV ആണ്. അതുപോലെ ഈ ഒരു ടിവി ഫയർ OSൽ പ്രവർത്തിക്കുന്നതാണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 24,999 രൂപയാണ്. അപ്പോൾ അതൊരു മികച്ച പ്രൈസിംഗ് ആണ്. നിങ്ങൾക്ക് ഗൂഗിൾ ടിവി അത്ര അത്യാവശ്യം അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫയർ ടിവിയിൽ വരുന്ന റെഡ്മിയുടെ ഈ ഒരു 43 ഇഞ്ചിൽ വരുന്ന ഈ ഒരു സ്മാർട്ട് ടിവി വാങ്ങാൻ സാധിക്കും.